ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും നേതൃപാടവും വീണ്ടും തുറന്നു കാട്ടപ്പെടുന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പ്. ആ മേള ഇത്തവണ കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അതിൻ്റെ സംഘാടക മികവ് എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് അഭിപ്രായം പറയേണ്ടത് സർക്കാർ പ്രതിനിധികളല്ലല്ലോ, അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരല്ലേ. പഴയിടം മോഹനൻ നമ്പൂതിരി അറിയാലോ, മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കലോത്സവങ്ങളിൽ പാലുകാച്ചൽ ഉൾപ്പെടെയും അദ്ദേഹത്തിൻ്റെ രുചിപ്പെരുമയെക്കുറിച്ചും മലയാളി പ്രേക്ഷകരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യക്തി കഴിഞ്ഞ കുറേ കാലമായി കലോത്സവത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇത്തവണ മേള കൊടിയിറങ്ങേണ്ട സമയത്തോടടുക്കുമ്പോൾ നടത്തിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം നിങ്ങൾ കേൾക്കണം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇത്തവണ ഉണ്ടായില്ലെന്ന് ഇത്തവണ വളരെ നീറ്റ്, വിവാദങ്ങളില്ല, വളരെ കൃത്യമായ സ്ഥലം, വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്പേസ്, അടുക്കള ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. കിച്ചൺ വളരെ ഹൈജീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഒരിക്കലും ഇതിപ്പോ 8 ദിവസമായ കിച്ചണാണ് നിങ്ങൾക്ക് ഞങ്ങള് ഇതിപ്പോ എന്റെ 2000 സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യാൻ തുടങ്ങി. ഇതെന്റെ 25ാമത് വർഷമാണ്. ഈ 25 വർഷത്തെ കാലഘട്ടത്തിനിടയ്ക്ക് ഇത്രയും വൃത്തിയായ ഒരു അടുക്കള കിട്ടിയിട്ടില്ല. ഈ നമ്മുടെ കോർപ്പറേഷന്റെ ടീമേ ഫുൾ ടൈം ആയിട്ട് ഇവരുടെ കൂടെ തന്നെ എപ്പോഴും അവര് വണ്ടി ഇട്ടിട്ട് ആ കുറെ ബോക്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് അന്നേരം വേസ്റ്റ് വരെ മാറ്റിക്കൊണ്ട് കോർപ്പറേഷൻ മാത്രമല്ല, കോർപ്പറേഷൻ അതുപോലെ വാട്ടർ അതോറിറ്റിക്കാരെ നിങ്ങൾ അതൊന്ന് കാണിച്ചു കൊടുക്കണ്ട. വേറെ ഒരു നടത്തി ചെയ്യാത്തൊരു കാര്യമാണ്. അതാണ് ഇതൊരു ഒരുമാതിരി നമ്മുടെ വലിയ ഫാക്ടറികളിൽ ചെന്നാൽ പോലെ ഈ ഒരു സിസ്റ്റം കാണുന്നില്ല. അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം അത് കാരണം എന്താണെന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതൊന്ന് വേറെ ഒരാളോ നോക്കാൻ പോയിട്ടില്ല, പക്ഷെ അത് നിങ്ങളൊന്ന് കാണിച്ച് ഈ പ്രേക്ഷകരെ കാണിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മാതൃകയായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്നാണ് പഴയിടം നമ്പൂതിരി അടക്കമുള്ളവർ. അതിന് 2 ഓഫീസർമാരെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത്. 2 ഓഫീസർമാരെ ഈ ടാങ്കിൽ വെള്ളം തീരുന്നതിനനുസരിച്ച് 3 വാട്ടർ ടാങ്കർ വെളിയിൽ. സർക്കാരിന് ഒരു പൊൻതൂവലല്ലേ. മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് കലോത്സവത്തെക്കുറിച്ച് ഓർമ്മയില്ലേ? പുലരുവോളം നീളുന്ന മത്സരങ്ങൾ, മണിക്കൂറുകൾ വേഷം കെട്ടി കാത്തിരുന്ന് കുഴഞ്ഞു വീഴുന്ന സംഭവവികാസങ്ങൾ, അത്തരം കാര്യങ്ങൾക്കെല്ലാം ശാശ്വതമായ വിട പറച്ചിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ശബരിമലയിൽ കണ്ടതുപോലെ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെന്നും അവർ ചെയ്യുന്ന പ്രവർത്തനം എത്ര മികച്ചതാണ് എന്നതിൻ്റെ അടയാളപ്പെടുത്തലും. സ്കൂൾ കലോത്സവങ്ങൾ ഒരു കാലത്ത് കുട്ടികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ച് പരാതി പ്രളയമായിരുന്നു. ഇത്തവണ പരാതിയില്ല, വിവാദങ്ങളില്ല, ഒന്നിനും കുറ്റം കണ്ടെത്താൻ നമ്മുടെ മാപ്രകൾക്ക് കഴിഞ്ഞതുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത്ര പഴുതടച്ച രീതിയിലാണ് ഈ മേള സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും അത്രമാത്രം ഏകോപനങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പ്രകീർത്തിക്കേണ്ടതല്ലേ, അഭിനന്ദിക്കേണ്ടതല്ലേ? അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടെന്ന് വരില്ല. കാര്യം കഴിവുറ്റതും മികവുറ്റതുമായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ഒരു മഹാന്റെയും നാവ് ചലിക്കാറില്ല. എന്നിരുന്നാലും ഇത്തരം ചില വാചകങ്ങളിലൂടെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഓരോ പരിപാടികൾക്കും എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഇത് ബോധ്യപ്പെടുത്തുന്നില്ലേ? കുട്ടികളുടെ കല എന്ന കാര്യത്തിൽ ഇത്തവണ കൊണ്ടുവന്ന മാനുവൽ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അത് വളരെ ഗംഭീരമായി തലസ്ഥാനത്ത് സംഘടിപ്പിച്ച് പൂർത്തീകരിക്കുമ്പോഴും അതൊരു നേതൃപാടവത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രതിഫലനമാണെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ വാക്കുകൾ കൂടി തെളിയിക്കുകയാണ്.